ഇതാരാ? തേ നോക്കടാ. ഇവിടെ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഇല്ല, ഇവിടെ നല്ല ഇതുപോലെ ഒരെണ്ണത്തിന് വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല പൊന്നളിയാ. ഏതാണ്ടോ കൊലിച്ചു പോണടാ. കൺട്രോൾ ചെയ്യാൻ പറ്റണില്ലടാ, അതാ ഇങ്ങനെ പൊക്കോണ്ടിരിക്കണേ. എക്സ്ക്യൂസ് മീ, റൂംസ് കാലിയുണ്ടോ? റൂം മാത്രമല്ല മാഡം, ഈ ഹോട്ടലേ കാലിയാണ്. എത്ര ദിവസത്തേക്കാണ്? 1 week. എൻ്റെ ദൈവമേ, എടാ നല്ല റൂം തന്നെ കൊടുക്ക്, നമുക്ക് വരെ നല്ലോണം ഇംപ്രസ് ചെയ്യണം. മാഡം പ്ലീസ് ഇറ്റ് മാഡം, ഐ വിൽ ഫിൽ ദ ഫോർമാലിറ്റീസ്. ഋഷി, ഹായ്. Yes. What? അത് റൂം റെഡിയാണ് മാഡം, റെഡിയാണ്. Okay, Rishi, I will call you back. റൂം റെഡി മാഡം. മേഡം ഞാൻ വെയിറ്ററാണ് മേഡം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി മേഡം. മേഡം ഞാൻ ഷെഫാണ്, എന്ത് ഫുഡ് വേണമെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ റിസപ്ഷനിസ്റ്റ് ആണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ. മേഡം അതെ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫോർമേഷൻ വേണമെങ്കിൽ എന്നെ വിളിക്കാനാ. ഓക്കെ മാഡം. വെയിറ്റർ കാണിക്കാവോ? ഞാൻ ഉദ്ദേശിച്ചതേ റൂം കാണിക്കാവുന്ന. ഓക്കെ മേഡം, റൂം റെഡിയാണ് മേഡം. മേഡം കീ തരും മേഡം, മനസ്സിന് എന്തൊരു സന്തോഷാണ്. മേഡം ഇതാ മേഡത്തിന്റെ റൂം. ഓക്കെ, താഴെ കാറിൽ എന്റെ ലഗേജ് ഉണ്ട്, ഒന്ന് കൊണ്ടുവരാവോ? ഓക്കെ മേഡം. റൂം കീ ഒന്ന് തന്നാ. താങ്ക് യു. ഓക്കെ മേഡം. ആ അച്ഛാ, എന്താ വിളിച്ചത്? എന്താണ്? എന്താ എന്താ പറ്റിയത്? ശബ്ദം എന്താ വല്ലാതിരിക്കുന്നേ? എന്താ അത് പറ അച്ഛാ. കുടിച്ചിട്ടുണ്ടോ? എന്തിനാ ഇങ്ങനെ കുടിക്കുന്നേ? അച്ഛൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നല്ലേ അച്ഛാ. അത് ശരിയാണ്. അതിട്ട് എന്താ ഉണ്ടേ? അതൊക്കെ ദൈവനിശ്ചയമല്ലേ അച്ഛാ. അതെ, നമ്മൾ കല്യാണം ആലോചിച്ചു. ചെക്കൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാ. 100 കോടി സ്വത്തോ? അച്ഛാ അച്ഛാ അച്ഛാ, ഞാൻ പറയുന്നത് കേൾക്ക്. ഞാനിവിടെ ഉണ്ടല്ലോ അച്ഛാ. നല്ലൊരു പയ്യനല്ലേ അച്ഛാ നമ്മുടെ മോൾക്ക് കിട്ടിയിട്ടുള്ളത്. ഈ വിഷയം എനിക്ക് വിട്ടതാ, ഞാൻ നോക്കിക്കോളാം.
മറ്റുള്ളവർ പറയുന്നൊക്കെ വിട്, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ. ആവശ്യമില്ലാത്തൊന്നും ആലോചിക്കണ്ട, ഞാൻ സംസാരിച്ചാലോ അതൊക്കെ. ഇപ്പൊ വീട്ടിലേക്ക് ചെല്ലച്ചാ, ബാക്കി ഞാൻ നോക്കിക്കോളാം എല്ലാ കാര്യങ്ങളും. ശരി അച്ഛാ. ഇത് ഉറപ്പായിട്ടും അവളെ പണി തന്നെയാ. നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടാവും. ഛേ, അവിടെ ബോട്ടിലെന്തേ? നീ അതെടുത്ത് കളഞ്ഞല്ലേടി? സത്യം പറയേ. അതെ. എന്റെ കയ്യിന്ന് നിന്റെ അധികാരം കാണിക്കലും തന്റെ ഇടം കൊണ്ട് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, ഞാൻ പണിയെടുത്തുണ്ടാക്കുന്ന പൈസ കൊണ്ടാടി അതൊക്കെ വാങ്ങിച്ചു വെക്കുന്നേ. പകലും രാത്രിയും കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാ ഞാൻ സമ്പാദിക്കുന്നേ. ആ പണം എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാടി. അതിനിടക്ക് കയറി എന്നെ ഭരിക്കാൻ അങ്ങനെ വന്നാലുണ്ടല്ലോ. അതെ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് നിന്നോട്. അച്ഛനോട് നീ ആവശ്യമില്ലാത്ത എന്തെങ്കിലും കുറിച്ച് പറഞ്ഞിരുന്നോ? ആ വന്നിരിക്കുന്ന ആലോചന ഉണ്ടല്ലോ, അത് എത്ര നല്ല കുടുംബത്തിലാണെന്ന് നിനക്കറിയോ? അവൻ്റെ അച്ഛൻ കോടീശ്വരനാ. ഞാൻ ആ തറവാട്ടുകാരെ കുറിച്ച് അന്വേഷിച്ചതാ. നല്ല കുടുംബം അത്. നല്ലൊരു കുടുംബത്തിലെ ആലോചന വിട്ട് നീ വേറെ ഏതവനെ അടി കണ്ടുവച്ചിരിക്കുന്നേ? നിനക്കെന്താ ഭ്രാന്ത് ഉണ്ടോ? ഓഹോ, എനിക്ക് ചിലതെല്ലാം മനസ്സിലായി വരുന്നുണ്ടേ. വേറെ ഏതെങ്കിലും ഒരുത്ത മനസ്സിൽ കയറിയിട്ടുണ്ടോ? ഞാൻ പറയുന്ന അനുസരിച്ചോണം ഇപ്പൊ വന്നിരിക്കുന്ന ആലോചന തന്നെ നടക്കണം, മനസ്സിലായോ? ഇല്ലെങ്കിൽ നീ എന്തിനാ അവളെ തല്ലിയേ? തല്ലല്ല, കൊല്ലണവളെ. ആഹാ, കൊല്ലാൻ പോവാ അവളെ? അവള് നിന്നെ കുറിച്ച് ആലോചിച്ചാ ഈ ബന്ധം തന്നെ വേണ്ടെന്ന് വെച്ചേ. എന്നെ കുറിച്ച് ആലോചിച്ചിട്ടാ? അതെ, നിന്നെ കുറിച്ച്. ഈ ബന്ധത്തിന് വേണ്ടി ഈ വീട് വിൽക്കേണ്ടി വരും. അങ്ങനെ വിൽക്കേണ്ടി വന്നാ നീ വീടിന് വേണ്ടി എവിടെ പോവും? അതാ അവൾ അങ്ങനെ തീരുമാനിച്ചത്. നിന്നെ കുറിച്ച് മാത്രം ചിന്തിച്ച്. അച്ഛൻ വഴക്ക് പറയുന്നു വിചാരിച്ച് അച്ഛൻ പോലും അറിയാതെ നീ വരുമ്പോ തരാനായിട്ട് ഞാനത് മാറ്റി വെച്ചേക്കുമായിരുന്നു. ഏയ്, എന്തിനാണ് ചുമ്മാ തരയില്ലേ? വാ, കുപ്പി എടുത്തു തരാം, അടിച്ചു പൊളിച്ചു.